ക്ഷേത്രഭരണം വിശ്വാസികൾ നടത്തണം, അത് രാഷ്ട്രീയക്കാർ നടത്തേണ്ടതല്ല. മനസ്സിൽ നല്ല മോഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആവട്ടെ വിധി എന്നുള്ളത്. പിന്നെ വിധിയൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ, അമ്മയുടെ തീരുമാനം എന്നല്ലേ പറയേണ്ടതിന്. ഹൈക്കോടതിയുടെ വിധിയിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപ്പീൽ ഞാൻ പരിഗണിക്കുന്നില്ല, ഞാൻ ഡിസ്മിസ് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ടായി വർഷങ്ങളായി സർക്കാരിൻ്റെ അടിമത്തത്തിൽ നിന്നും ദേവിയുടെ കടാക്ഷം കൊണ്ട് യഥാർത്ഥ കൈകളിലേക്ക് ക്ഷേത്രഭരണം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ഉത്രാടം ദിനത്തിൽ വന്ന് ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി, പാരമ്പര്യ ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ ഇവിടെ ഇന്നെത്തി. വള്ളുവനാട് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജാം ജൂം ഹൈപ്പർമാർക്കറ്റ്, എക്സീഡിംഗ് expectations. Atlas Fashion, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, പാലക്കാട് റോഡ്, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി. വർഷങ്ങളോളമായി അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിനെതിരെ ഹൈക്കോടതി ഒരു ഉത്തരവിറക്കിയിരുന്നു. തിരിച്ച് ഭരണം ക്ഷേത്രം ട്രസ്റ്റികളെ തന്നെ ഏൽപ്പിക്കണമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ക്ഷേത്രം ട്രസ്റ്റി കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലെത്തി ഭരണ ചുമതല ഏറ്റിരിക്കുകയാണ്. ഇതിനെതിരെ തൊട്ട് മുൻപ് ഉള്ള മാസങ്ങളിൽ ഈ ഒരു ഉത്തരവ് വന്നതിനെതിരെ മലബാർ ദേവസ്വം ബോർഡ് മേൽക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് മേൽക്കോടതിയും ഈ ഒരു സംഭവം തള്ളിയതിനെ തുടർന്നാണ് ക്ഷേത്രം ട്രസ്റ്റി കുടുംബാംഗങ്ങൾ ക്ഷേത്രത്തിലെത്തി ഇന്ന് ഉത്രാട ദിവസമായ ഇന്ന് ക്ഷേത്രം ഭരണം ചുമതല ഏറ്റിരിക്കുന്നത്. ഹൈക്കോടതി വിധി മെയ് 26 കൈമാറാൻ ക്ഷേത്രഭരണം ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജയ്ക്ക് കൈമാറാൻ വിധി വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2 മാസം സമയം കൂടുതൽ അനുവദിച്ചു മലബാർ ദേവസ്വം ബോർഡിന് ക്ഷേത്രഭരണം കൈമാറുന്നതിനായിട്ട്. ഈ 2 മാസത്തിൻ്റെ സമയം അനുവദിച്ചതിന് ശേഷം മലബാർ ദേവസ്വം ബോർഡ് സുപ്രീം കോർട്ടിൽ ഒരു SLP ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടുതൽ സമയം നീട്ടിക്കിട്ടാൻ വേണ്ടി. ആ SLP ഡിസ്മിസ്സായി. അപ്പം അത് ഡിസ്മിസ്സായ സ്ഥിതിക്ക് ഹൈക്കോടതി വിധി തന്നെയാണ് നിലനിൽക്കുന്നത്. ഹൈക്കോടതി വിധി പ്രകാരം ഈ മാസം 26 മുൻപാണ് നമ്മൾ ക്ഷേത്രഭരണം കൈമാറേണ്ടത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മലബാർ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു, കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും എക്സിക്യൂട്ടീവ് ഓഫീസറും ഡെപ്യൂട്ടി കമ്മീഷണറും എല്ലാവരും ചർച്ച ചെയ്തതിന് ശേഷം നമ്മളെ അറിയിച്ചു. ഇന്ന് രാവിലെ ഉത്രാടം ദിനത്തിൽ വന്ന് ക്ഷേത്രഭരണം ഏറ്റെടുക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി, പാരമ്പര്യ ട്രസ്റ്റി MC ശ്രീധരവർമ്മ രാജ ഇവിടെ ഇന്നെത്തി. നേരത്തെ സൂചിപ്പിച്ച മാതിരി വിവിധ സംഘടനാ പ്രതിനിധികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ നിയമ പോരാട്ടത്തിൻ്റെ സമയത്തും നമ്മളോട് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്നുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഐക്യദാർഢ്യം നമ്മളോട് പ്രഖ്യാപിക്കുകയും നമ്മളെ വന്ന് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഘടനകളുടെ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു, ഭക്തജനങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് 3 പ്രാവശ്യം ഇവിടെ നാമജപ പ്രദക്ഷിണം നടത്തി ഏറ്റെടുക്കുന്നതിന് മുൻപായിട്ട്. അങ്ങനെ നാമജപത്തോടു കൂടി ട്രസ്റ്റി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ക്ഷേത്രഭരണം ഏറ്റെടുക്കുകയാണ് ഇന്നുണ്ടായത്. ഭക്തജനങ്ങൾക്കും അതേമാതിരി അമ്പലത്തിന് വേണ്ട കാര്യങ്ങൾക്കും വേണ്ട എല്ലാവിധ നല്ല കാര്യങ്ങളും ചെയ്യാനായിരിക്കും ഇനി ഞങ്ങളെല്ലാവരുടെയും ശ്രമം. മനസ്സിൽ നല്ല മോഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ആവട്ടെ വിധി എന്നുള്ളത്. പിന്നെ വിധിയൊക്കെ നമ്മുടെ കയ്യിലല്ലല്ലോ, അമ്മയുടെ തീരുമാനം എന്നല്ലേ പറയേണ്ടതിന്. അപ്പോൾ വളരെ മോഹിച്ച് വളരെ ആഗ്രഹിച്ചിട്ടുള്ള 13 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷം
ഇന്ന് ഒരു സുദിനം നമുക്ക് വന്നതാണ്. അത് ഉത്രാടമായിട്ട് വളരെ ഐശ്വര്യമായിട്ട് ഞങ്ങളൊക്കെ അതിനെ കണക്കാക്കുകയാണ്. എല്ലാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഇന്നിവിടെ ഉണ്ടായിരുന്നു. അതിലും സന്തോഷമാണ്. വള്ളൂക്കനാരി നേരിട്ട് വന്ന് വേണ്ട പോലെയൊക്കെ ചാർജ് എടുത്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും കാര്യങ്ങൾ വേണ്ട പോലെയൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് 13 കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ന് ഈ സുദിനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും കാര്യങ്ങളൊക്കെ വേണ്ട പോലെ നടത്തിക്കൊണ്ടുപോകാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി സർക്കാരിൻ്റെ അടിമത്തത്തിൽ നിന്നും ദേവിയുടെ കടാക്ഷം കൊണ്ട് യഥാർത്ഥ കൈകളിലേക്ക് ക്ഷേത്രഭരണം കിട്ടിയിരിക്കുകയാണ്. ശരിക്കും ദേവസ്വം ബോർഡ് ഈ വിധിയെ അംഗീകരിച്ചുകൊണ്ട് കേരളത്തിൽ അനധികൃതമായി പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളൊക്കെ മാതൃകാപരമായി വിട്ടുകൊടുക്കേണ്ടതാണ്. ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് പുനർവിചിന്തനം നടത്തി ഭക്തജനങ്ങൾക്ക് അവകാശം കിട്ടത്തക്ക രീതിയിൽ ഈ ക്ഷേത്രത്തെ മാറ്റിയെടുക്കേണ്ടതാണ്. ഈ ക്ഷേത്രം 13 വർഷമായി സർക്കാർ അനധികൃതമായി കൈകാര്യം ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് മാറ്റമുണ്ടായി യഥാർത്ഥ കൈകളിലേക്ക് ക്ഷേത്രമെത്തുകയും ദേവി കടാക്ഷം കൊണ്ട് നല്ല രീതിയിൽ ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. ഭക്തജനങ്ങൾക്കെല്ലാം സൗകര്യപ്രദമായ രീതിയിൽ ഈ ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അടിസ്ഥാന സൗകര്യങ്ങളുണ്ടാക്കി കൊണ്ടുപോകുവാൻ പുതിയ ഭരണം ഏറ്റെടുത്ത ട്രസ്റ്റിക്ക് സാധിക്കുമാറാകട്ടെ. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ്. കേരളത്തിൽ ദേവസ്വം ബോർഡുകൾ എന്ന് പറയുന്ന ഒരു വലിയ കച്ചവട കേന്ദ്രം, വ്യവസായ കേന്ദ്രമാണ്. ഹിന്ദു വിശ്വാസികളിൽ നിന്ന് പണം കൊള്ളയടിച്ച് ഹിന്ദു സമൂഹത്തിന് അത് ഉപയോഗിക്കുന്നതിന് പകരം രാഷ്ട്രീയക്കാരും മറ്റെല്ലാവരും കൈയിട്ട് വാരുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ നടപടിക്ക് അതൊരു മാറ്റമാണ്, ഒരു തുടക്കമാണ്. എനിക്ക് തോന്നുന്നു തുടർന്ന് അനവധി ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്ന് മോചിതമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ക്ഷേത്രഭരണം വിശ്വാസികൾ നടത്തണം, അത് രാഷ്ട്രീയക്കാർ നടത്തേണ്ടതല്ല. ഇന്ന് കേരളത്തിൽ രാഷ്ട്രീയക്കാരാണ് ക്ഷേത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറി വിശ്വാസ സമൂഹം ക്ഷേത്രം ഭരിക്കുകയും വിശ്വാസത്തെയും ആചാരത്തെയും സംരക്ഷിക്കാനും സാധിക്കണം. ഇതനുസരിച്ചുള്ള ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മാറ്റമാണ് നമ്മൾ കാണുന്നത്.